ഞായറാഴ്ച രാവിലെ ഒരു 6:30 ആകുമ്പോൾ ഞാൻ എണീറ്റിട്ടാ. പുറത്ത് വന്ന് നോക്കിയപ്പോൾ ചെറിയ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്, നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്, നല്ല ക്ലൈമറ്റ് ഇട്ടാ. അപ്പം ഞാനൊരു കട്ടൻ ഉണ്ടാക്കി ആ ചാരുപ്പടിയിൽ വന്നിരുന്നു, ഇങ്ങനെ ആസ്വദിച്ച് കുടിക്കുകയായിരുന്നു. അപ്പം അത് ജാനിക്കുട്ടി എണീറ്റ് കരച്ചിലായി. പിന്നെ കട്ടനൊക്കെ അവിടെ മാറ്റി വെച്ച് ഞാൻ ഉണ്ണീരുടെ അടുത്ത് പോയി കിടന്ന് അവളെ ഉറക്കി. ഞാൻ എപ്പോൾ വീട്ടിൽ പോകുമ്പോഴും ഇങ്ങനെ വിചാരിക്കും സുഖമായിട്ട് കുറേ നേരം കിടന്ന് ഉറങ്ങണമെന്ന്. പക്ഷെ അങ്ങനെ ഉറങ്ങാറില്ല കേട്ടോ. ഉച്ചയ്ക്ക് ഉറങ്ങൂല, രാവിലെ ഉറങ്ങൂല. ആ ഒരു എണീക്കേണ്ട സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ എഴുന്നേൽക്കും. അങ്ങനെ ജാനിക്കുട്ടിയുടെ അടുത്ത് കുറച്ച് നേരം കിടന്നപ്പോൾ അവൾ ഉഷാറായി. ഞാൻ ഉറങ്ങിയൊന്നുമില്ല കേട്ടോ, ഫോണിൽ ഇങ്ങനെ തോണ്ടി ഇങ്ങനെ വെറുതെ ഇരുന്നു, വെറുതെ സമയം പോയി. അങ്ങനെ പിള്ളേരെല്ലാവരും എണീറ്റ്. ഇന്നാണെങ്കിൽ കോക്കൂര് വീട്ടിലേക്ക് പോകുന്ന ദിവസം അവർക്ക് നാളെ തൊട്ട് എക്സാം ഉണ്ട്. അപ്പോൾ 2 ആഴ്ച വീട്ടിലൊക്കെ നിന്ന് സുഖമായി അടിപൊളിയായിട്ട് ഞങ്ങളിന്ന് കോക്കൂർക്ക് പോവുക. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അവർക്കൊരു കട്ടനും ഉണ്ടാക്കി കൊടുത്തിട്ട് അവരെന്നെ പഠിപ്പിക്കാനിരുത്തി. കാരണം പഠിച്ച് ഫുള്ളായിട്ടുണ്ടായിരുന്നില്ല, 2 ആഴ്ച വയ്യാത്ത കാരണം. അതിനിടയിൽ ലച്ചുവിന് ഇയർ ഇൻഫെക്ഷനും വന്നിട്ട് വീണ്ടും അവൾ ലീവായി ഉണ്ടായിരുന്നു. അപ്പോൾ പഠിക്കാൻ ഒരുപാട് പെൻഡിങ് ഉണ്ട്. അപ്പോൾ അത് പഠിക്കുന്നുണ്ട്. അതിനിടയിൽ ജാനിക്കുട്ടി ഉണ്ടായതിനു ശേഷം ഈ പഠിപ്പിക്കുന്ന കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത് കേട്ടോ. പൊന്നുനെ ലച്ചിനും പഠിപ്പിക്കുന്ന സമയത്ത് ഭയങ്കര വാശിയും കരച്ചിലും നല്ല ഡിസ്റ്റർബൻസ് ആണ് അവളെ കൊണ്ട്. അങ്ങനെ ഞാൻ വേഗം അടിച്ചോരി തുടച്ചു. പിന്നെ ഇന്ന് പൊന്നു പറഞ്ഞു ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം അമ്മ എന്ന്. അപ്പം ഞാനാണെങ്കിൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അവിടെ ബട്ടർ ഉണ്ടായിരുന്നില്ല, അപ്പം നെയ്യിലാട്ടോ ടോസ്റ്റ് ചെയ്തെടുക്കണേ. പിള്ളേർക്ക് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഇഷ്ടമായിട്ടാ. നമ്മൾ സാധാരണ നമ്മുടെ നാടൻ കേരള പലഹാരങ്ങളാണല്ലോ രാവിലെ ഉണ്ടാക്കുക. അപ്പോൾ അവർക്ക് ഇടയ്ക്ക് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇത് നമ്മുടെ വീട്ടിൽ കോഴി ഉണ്ട്, അപ്പോൾ നല്ല നാടൻ മുട്ട ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്നത്തെ പരിപാടി. മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് നല്ല കുരുമുളകും ഉപ്പും മുളകും പൊടി ഇട്ടിട്ട് ഇതുപോലെ ബ്രെഡും ചൂടാക്കി എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ പൊന്നു പറഞ്ഞു പൊന്നുവിന് ഇന്ന് ഫ്രഞ്ച് ടോസ്റ്റും കൂടി വേണമെന്ന്. അപ്പോൾ അവൾ മുട്ട പൊട്ടിച്ചിട്ട് അതിൽ പഞ്ചസാരയൊക്കെ ഇട്ട് ഇളക്കി കുറച്ച് പാൽ ഒഴിച്ചിട്ട് ബ്രെഡ് ഇങ്ങനെ മുക്കിയിട്ട് അതും ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കുക്ക് ചെയ്യാനൊക്കെ 2 പേർക്കും ഭയങ്കര ഇഷ്ടമാട്ടാ. ഇങ്ങനത്തെ ചെറിയ ചെറിയ പണികളൊക്കെ എന്നെ ചെയ്ത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന്. ചെറുപ്പഴം 2 ഓംലെറ്റും ബുൾസൈ, പിന്നെ ബ്രെഡ് കൊടുത്തു. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പൊന്നുതാ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ പാല് വെച്ചിട്ട് കുതിർത്തിട്ടാണ് കഴിക്കുന്നത്. അത് നല്ല രസമാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൊന്നിന് ഭയങ്കര ഇഷ്ടമായത്. ലച്ചുവിനും അതേ സെയിം സംഭവം തന്നെ. അപ്പോൾ പാലും കുടിക്കും മുട്ടയും ഒക്കെ ആയല്ലോ. അവർക്ക് ലച്ചുവിനും നല്ല ഇഷ്ടമാണ്, പൊന്നുവിനും ഇഷ്ടമാണ്. ഉണ്ണിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ, ഉണ്ണിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല. അങ്ങനെ രാവിലത്തെ പരിപാടിക്ക് കഴിഞ്ഞു. ജാനുകുട്ടി ഉറങ്ങിയിട്ട് ഒരു ഉറക്കമുണ്ട് രാവിലെ. അപ്പം ഞങ്ങളത് ഡ്രസ്സൊക്കെ മാറി റെഡിയായി നിൽക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. അച്ഛന് കരി കൊണ്ടുകൊടുക്കാനുണ്ടായിരുന്നു. അപ്പം അച്ഛൻ കരിയൊക്കെ കൊണ്ടുവന്നിട്ട് കുറച്ച് നേരം കിടക്കുക. ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ പോകാമെന്നാണ് പറഞ്ഞത്. ഓക്കെ. പൊന്നുവിന് ഇവിടുന്ന് അമ്മമ്മയുടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ സങ്കടമാട്ടോ. പൊന്നുവിന് അമ്മാമ്മയുടെ വീട്ടിൽ നിൽക്കാനാണ് കൂടുതൽ ഇഷ്ടം. അല്ല പൊന്നപ്പ എല്ലാവർക്കും അങ്ങനെയൊന്നുമില്ല. അതെ. അപ്പൊ അവൾക്ക് അമ്മാമ്മയുടെ നിന്നിട്ട് മതിയായില്ല. ഇനിയിപ്പൊ ക്രിസ്മസ് വെക്കേഷൻ വരുമ്പോ ഞങ്ങൾ ഒരാഴ്ച നിൽക്കാൻ വരും. ഈ ഇപ്രാവശ്യം 2 ആഴ്ച അത് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതാ. ഞങ്ങളെല്ലാവരും റെഡിയായി, അമ്മയും റെഡിയായി, അച്ഛനെ കാത്തിട്ട് നിൽക്കുകയാണ് ഞങ്ങള്. അച്ഛൻ റെഡി ആവണല്ലോ കേട്ടാ. അങ്ങനെ ഞാൻ എൻ്റെ ഓരോ കവറുകളും കാറിൽ കയറ്റാൻ പോവാണ്. പക്ഷെ എന്താ കുറച്ചുള്ളൂ. പിള്ളേരുടെ ബാഗും യൂണിഫോമും പിന്നെ ജാനിക്കുട്ടിയുടെ ഡ്രസ്സ്, അവരുടെ ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിൽ, അവരുടെ ഷൂ, അങ്ങനത്തെ പിന്നെ കുറച്ച് ഡ്രസ്സ്, അത്രേ ഉള്ളൂ. മറ്റേത് അങ്ങനെയല്ല, കുറേ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം കുറച്ചുള്ളൂ കേട്ടാ. എല്ലാ പ്രാവശ്യം വീട്ടിൽ നിന്ന് പോകുമ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇപ്പം ഞാൻ ഓക്കെയാണ്, സാഹചര്യമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ വിഷമം പൊന്നൂനാട്ടോ. ലച്ചുവിനും ഉണ്ണിക്കും അത്ര വലിയ പ്രശ്നമല്ല. പൊന്നൂന് അമ്മാമ്മയുടെ വീട്, അമ്മാമ്മേനെ വിട്ടു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. അമ്മ ഇനിയിപ്പോൾ വീട്ടിൽ വന്നാലും പോകുമ്പോൾ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോഴും കരയും, നല്ല ബഹളം വെച്ച് കരയും. അങ്ങനെ ഞങ്ങൾ കോക്കൂര് വീടെത്തി.
4:30 ആകുമ്പോൾ ഞങ്ങൾ വീടെത്തിയിട്ടാ. അപ്പോൾ ഉണ്ണിക്കാണെങ്കിൽ വീട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി, അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. അവള് അച്ഛമ്മേനൊക്കെ കണ്ടു, അബ്ബാന്നാ വിളിക്കുക അച്ഛമ്മേനെ. അങ്ങനെ അമ്മയാണെങ്കിൽ ചിക്കൻ കറി പൊറാട്ടയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി അവിടെ ഉണ്ടാക്കിയതാണ്, സാലഡും. അങ്ങനെ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അമ്മയച്ഛനും പൊന്നുലച്ചും ഞാനും കഴിച്ചു. അപ്പം ഇനി ക്രിസ്മസ് വെക്കേഷന് വിളിക്കാൻ വരാമെന്നും പറഞ്ഞിട്ട് അവർ പോയി. അപ്പോഴും പൊന്നുവിൻ്റെ മുഖം തന്നെ വാടിയിട്ടിരിക്കുന്നത്, ബാക്കി ആർക്കും കുഴപ്പമൊന്നുമില്ല. പൊന്നു ഭയങ്കര സാഡായിരുന്നു. പിന്നെ ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ വരില്ല, അപ്പോൾ പിന്നെ 1 വീക്ക് നിൽക്കാമല്ലോ. അവിടെ നമ്മുടെ വീട്ടിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അപ്പോൾ അതിനൊക്കെ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ എന്തായാലും ക്രിസ്മസ് വെക്കേഷന് പോകാമല്ലോ. ഇനിയിപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഡാൻസും ഉണ്ട് 2 ദിവസം, അത് കഴിഞ്ഞ് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ആളെ സമാധാനിപ്പിച്ചപ്പോൾ ആൾ കുഴപ്പമൊന്നുമില്ല, ആൾ ഓക്കെ ആയിട്ടാ. അങ്ങനെ അച്ഛനമ്മയും ടാറ്റയും ബബ്ബായി പറഞ്ഞതാ പോണു. ഈ ഒരു 2 ആഴ്ച അനിയനുള്ളതുകൊണ്ട് പോയി നിന്നതാട്ടോ. സാധാരണ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾ പോവാറ്. സ്കൂളിലെ ദിവസങ്ങളിൽ അവിടെ നിന്ന് പോവാന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എപ്പോഴും ചോലൂർപ്പൊടി വരെ കൊണ്ടാക്കി കൊടുക്കണം, നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് വണ്ടിയില്ല. അപ്പോൾ ഈ സ്കൂളില്ലാത്ത ദിവസങ്ങളിലാണ് പോവാറ് കൂടുതലും. അമ്മയും അച്ഛനും പോയി. എനിക്കാണെങ്കിൽ കുറച്ച് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട്, അടിച്ചോരി തുടയ്ക്കാനുണ്ട്. ആകെ പൊടി പിടിച്ച് കിടക്കുക, മഴയും പെയ്തോണ്ട് ഫംഗസ് ഒക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ക്ലീൻ ആക്കണം. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് കാണാം. സോ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പൊ കുളിച്ചിട്ട് ഞാൻ ഇങ്ങനെ ബെഡിൽ ഇരിക്കാട്ടോ. ഇവിടെ ആകെ പൊടിയാണ്. അമ്മ അവിടെ തുടച്ചുണ്ട്. നമ്മുടെ ജാനിക്കുട്ടി ഇവിടെ ഉണ്ട് കേട്ടോ. ലച്ചു കുളിക്കാൻ കയറിയുണ്ട്. അങ്ങനെ പണിയൊക്കെ ഞാൻ വേഗം തീർത്തുട്ടാ. അപ്പൊ ഞാൻ ആ കുളിയൊക്കെ കഴിഞ്ഞു വന്നു. അപ്പൊ നമ്മുടെ സൺഡേ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇനി ഞങ്ങൾക്ക് വിളക്ക് കാണിക്കണം, പ്രാർത്ഥിക്കണം, പിന്നെ നാളെ എക്സാം ഉണ്ട്, പഠിക്കണം. അങ്ങനെ കുറേ പരിപാടിയുണ്ട്. അപ്പൊ എല്ലാവർക്കും ബൈ. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഓക്കെ ബൈ. ഒരു എനർജി ഇല്ല ഇവർക്ക്, അമ്മമ്മോടൊന്ന് വന്ന ഒരു വിഷമത്തില്ല. അപ്പൊ ശരി, ബൈ.